ഗോഡ് നമ്മുടെ ഫ്ലോറിലേക്ക്, നമ്മുടെ താഴ്ചയിലേക്ക്, ഇരുട്ട് നിറഞ്ഞ ലോകത്തിൻ്റെ ഇടവഴികളിലേക്ക് നിത്യനായ ദൈവം സ്നേഹത്തിൻ്റെ പ്രകാശവും ആർദ്രതയും കമ്പാഷനുമൊക്കെ ആയിട്ട് ഇറങ്ങി വന്നു. തകർന്ന ഒരു ഐഡൻറ്റിറ്റിയെ തിരിച്ചു വീണ്ടും പണിയാൻ തൻ്റെ കരങ്ങൾ കൊണ്ട് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന നിസ്തുല്യമായ ക്രിസ്തു സംഭവത്തെയാണ് നമ്മൾ ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. ടു റിവീൽ ഹു ഗോഡ് ഈസ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരുപാട് ഡെഫിനിഷനുള്ള ചരിത്ര വഴിയിൽ ദൈവത്തെക്കുറിച്ചുള്ള സത്യം യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. Exactly, he revealed. There is no revelation beyond that. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യരായ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ രക്ഷിതാവായ യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ വന്ദനവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അതിമനോഹരമായ ഒരു തീമാണ് ഐഡൻറ്റിറ്റി ക്രിയേറ്റഡ്, ബ്രോക്കൺ ആൻഡ് റിഡീംഡ്. ആംഗലേയ സാഹിത്യകാരനായ പോയറ്റായിരുന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വരികൾ ഇങ്ങനെയാണ്: Woods are lovely, dark and deep, but I have promises to keep before I go to sleep, before I go to sleep. മലയാളത്തിൻ്റെ കവി കടമനിട്ട ചെയ്ത ട്രാൻസ്ലേഷൻ: മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും എനിക്കതീവമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിന് മുന്നിലായി. അനക്കമറ്റ നിദ്രയിൽ ബിഫോർ ഐ ഗോ ടു സ്ലീപ്പ്. ഈ കാരവൻ്റെ സെൻട്രൽ തീം ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിൽ ഹു ആം ഐ, ഞാനാരാ, വാട്ട് ഈസ് മൈ ട്രൂ ലോസ്റ്റ്നെസ്, എൻ്റെ യഥാർത്ഥത്തിലുള്ള നഷ്ടം എവിടെയാ, എന്താ, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അത് കണ്ടെത്തപ്പെടുന്നത്? അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിന് മുന്നിലായി. ഒരു മനുഷ്യൻ അറിയേണ്ട തീമാണ്. ഞാനിങ്ങനെ എഴുതുക: ദ മെറ്റാ നാരറ്റീവ്. ബൈബിളിൻ്റെ വലിയ സ്റ്റോറി, മെറ്റാ നാരറ്റീവ്, ദ ഹോളി സ്ക്രിപ്ചേഴ്സ്, ദ സ്റ്റോറി ഓഫ് ഹ്യൂമാനിറ്റീസ് ഗ്രേറ്റ് ലോസ്നെസ്. മനുഷ്യൻ്റെ വലിയ നഷ്ടപ്പെടലിൻ്റെയും, അതുമാത്രമല്ല അതിനുപയോഗിക്കുന്ന വാക്ക് റിഡംപ്റ്റീവ് ഫൈൻഡിങ്, വീണ്ടെടുക്കപ്പെടുന്നതായ കണ്ടെത്തലിൻ്റെയും ചരിത്രമാണ്. ഗോസ്പൽ കാരവൻ 25 അത് അൺപാക്ക് ചെയ്യുന്നല്ലോ. ഞാൻ എൻ്റെ ഇന്നത്തെ തീമിന് ഒരു ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെയാണ്: ഗോഡ് ബിക്കെയിം ജീസസ്. ബാറ്റഹമാൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ക്രിട്ടിക്കിൻ്റെ ഹൗ ജീസസ് ബിക്കെയിം ഗോഡ് എന്നുള്ള പുസ്തകത്തിന് ക്രൈഗ് ഇവാൻസൻ എന്ന് പറയുന്ന അതും കൂടെയുള്ള ഒരു നല്ല ഇവാഞ്ചലിക്കൽ ടീം അയച്ച പുസ്തകത്തിൻ്റെ തണലിലാണ് എൻ്റെ ഈ കൊച്ചു ടീം ഗോഡ് ബിക്കെയിം ജീസസ്. ഓൾറെഡി തീം പറഞ്ഞല്ലോ, അതിൻ്റെ സബ് തീം ലോസ്റ്റ് ബട്ട് ഫൗണ്ട്. ഈ 3 ഡേയ്സിലെ ക്ലാസ്സുകളിൽ ഞാനിങ്ങനെ എഴുതി വെച്ചു: മൾട്ടി ഡയമെൻഷണൽ ലോസ്റ്റ്നെസ്, റിഡംപ്റ്റീവ് ഫൈൻഡിങ്, ഐഡൻറ്റിറ്റി ക്രിയേറ്റഡ്, ബ്രോക്കൺ ആൻഡ് റിഡീംഡ്. സൃഷ്ടിക്കപ്പെട്ട, ഉടയ്ക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെടുന്ന ഐഡൻറ്റിറ്റി. അങ്ങനെ ഇന്നത്തെ 50 മിനിറ്റ്സിൻ്റെ ചെറിയ ഒരു ടൈം പാക്കിൽ, ഒരു ഫ്രെയിം വർക്കിൽ ഈ തീമിനെ ഞാൻ അൺപാക്ക് ചെയ്യുന്ന 3 ടൈറ്റിൽസിലെ സബ് ടൈറ്റിൽസിലൂടെയാണ്. ശ്രദ്ധിക്കുക. ഒന്ന്, ദ ആക്ട് ഓഫ് ഇൻകാർണേഷൻ, ദാറ്റ് മീൻസ് ദ വാട്ട്, എന്താണ് ഇൻകാർണേഷൻ. 2, ദ ഫാക്ട് ഓഫ് ഇൻകാർണേഷൻ, ദാറ്റ് മീൻസ് ഹൗ ഗോഡ് ബിക്കെയിം എ ഹ്യൂമൻ, എങ്ങനെയാണ് ദൈവം മനുഷ്യനായത്. 3, ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻകാർണേഷൻ, ദാറ്റ് മീൻസ് വൈ ഗോഡ് ബിക്കെയിം എ ഹ്യൂമൻ, എന്തിനാണ് ദൈവം മനുഷ്യനായത്. അത് 3ാമത്തെ ഭാഗത്തിനായിരിക്കും കുറച്ച് കൂടുതൽ എംഫസൈസ്. വലിയൊരു തീം ഒരു ചെറിയ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒതുങ്ങുമ്പോൾ ഉള്ള ബ്രേക്കിംഗ്, ജർക്കിങ്സ് ഒക്കെ ഉണ്ടാവാം. എങ്കിൽ ശ്രദ്ധിക്കുക. നോക്കി, ദ ആക്ട് ഓഫ് ഇൻകാർണേഷൻ, ദ വാട്ട്, ദ ഫാക്ട് ഓഫ് ഇൻകാർണേഷൻ ഇസ് ഹൗ, ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻകാർണേഷൻ. പിന്നെ ആദ്യത്തെ 2 ഭാഗം ഇച്ചിരി സ്പീഡിൽ പോകുന്ന ടൈമിൻ്റെ പ്രശ്നം കൊണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇൻകാർണേഷൻ എന്ന വാക്ക് വരുന്നത് ഇൻകാർണേറ്റിയോ എന്ന ഗ്രീക്ക് പദത്തിൽ, ലാറ്റിൻ വാക്കിൽ നിന്നാണ്. നോക്കണേ, ഇൻകാർണേ, എൻഫ്ലെഷിങ്, ഇൻ ഫ്ലെഷ്.
അപ്പം ദ എറ്റേണൽ സൺ ഓഫ് ഗോഡ്, നിത്യനായ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി തീരുന്നതിനെയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടെർമിനോളജീസൊക്കെ ഇച്ചിരി ഇതായതുകൊണ്ട് ഞാനത് വായിക്കുന്നതൊക്കെ, അത് പറയുന്നതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും, എങ്കിലും ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇവിടെ 4 കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരിക ഇൻകാർഷണത്തിൽ. 1, ഇതിൻ്റെ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ, സ്ക്രിപ്ചറൽ ഫൗണ്ടേഷൻ. നമ്പർ 2, ദ 3 ക്രിസ്റ്റോളജിക്കൽ ട്രൂത്ത്, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഈ വലിയ ക്രിസ്തു സംഭവത്തിൻ്റെ 3 യാഥാർത്ഥ്യങ്ങൾ. 3, ഇൻകാർണേഷൻ, ക്രീഡൽ കൺഫെഷൻ ഓർ കൺഫർമേഷൻ. 4, ആൻറ്റിഡോട്ട് ടു നോസ്റ്റിക് ആൻഡ് ഡോസറ്റിക് ടെൻഡൻസീസ്. നോക്കി, നമ്പർ 1 സിമ്പിൾ. നമ്പർ 1, ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് യോഹന്നാൻ്റെ സുവിശേഷം 1:14. നമുക്കെല്ലാം കാണാതെ അറിയാവുന്ന വാക്യമാണ്. അവിടെ വിദ്വാൻമാർ വരുന്ന ഒരു സ്റ്റോറിയില്ല, ആട്ടിടയന്മാരുടെ സംഗോധഗീതമില്ല, മാലാഖമാരുടെ അത്യുന്നതങ്ങളിൽ നിന്നുള്ളതായ വലിയ ഗ്ലോറിയസ് ആയ ആ സോങ് ഇല്ല. ഒറ്റ സിംഗിൾ സെൻറ്റൻസിൽ ദ വേർഡ് ബിക്കെയിം ഫ്ലെഷ് ആൻഡ് ഡ്വെൽറ്റ് എമംഗ് അസ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. profound, beautifully and accurately explain what is incarnation. ഞാൻ എൻ്റെ ഗ്രീക്കിൽ ഇങ്ങനെ കൈ ഹോലോഗോസാർക്സ് എഗീനിറ്റോ എൻ്റെ വാക്കിന് പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞ ഒന്നൊന്ന് ശ്രദ്ധിച്ച്, സാർക്സ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ദ റിയൽ ആൻഡ് ട്രൂ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. ദ വേർഡ് ബിക്കെയിം, വചനം ജഡമായി തീർന്നു. ഏത് വചനമാണെന്നറിയാമോ? ഒരു 3-4 വാക്യങ്ങൾ പുറകോട്ട് പോയാൽ മനോഹരമായ രീതിയിലാണ് യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ഒരൊറ്റ സിംഗിൾ വാക്യമാണ് 1:1. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് വാസ് ഗോഡ്. 1, എറ്റേണിറ്റിയ, ആദിയിൽ, ഇൻ ദ ബിഗിനിങ്, എറ്റേണിറ്റി. 2, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഫെലോഷിപ്പ്, ദ ഫാദർ ആൻഡ് ദ സൺ. Distinction, Father is not the Son, was with the Father. Then 3, പിതാവ് ദൈവമായിരുന്നത് പോലെ വചനവും സമ്പൂർണമായി ദൈവമായിരുന്നു. 1:3, ഉളവായതൊന്നും അവനെ കൂടാതെയുള്ളവല്ല, സകലവും അവൻ മുഖാന്തരമുള്ള ക്രിയേഷൻ. നമ്പർ 1:4, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചം, സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ലൈറ്റ്. ഇറ്റ്സ് എ പ്രൊഫൗണ്ട് ബിഗിനിങ്. വളരെ ഉൽപ്പത്തി പുസ്തകമായിട്ട് വളരെ ക്ലോസാ. ഒരു ജൂവിഷ് ആയിട്ടൊരു ബോയ് ഓർ എ ഗേൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കൽ ആരംഭിച്ചാൽ അവർ പറയും, ഓ ദിസ് ബിഗിൻസ് ലൈക്ക് മൈ ബുക്ക്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഓക്കെ, ആദിയിലുണ്ടായിരുന്ന, പിതാവിനെ പോലെ ദൈവമായിരുന്ന, സൃഷ്ടി ചെയ്ത, ജീവൻ്റെ ഉറവിടമായിരുന്ന, വെളിച്ചത്തിൻ്റെ ഉറവിടമായിരുന്ന വചനം 1:14. സെയിം വേർഡ്, അതേ വചനം മനുഷ്യനായി. ട്രൂ ഹ്യൂമാനിറ്റി അവിടെ ഉപയോഗിക്കുന്ന വാക്കിതാണ് സാർക്സ് എഗൈനിറ്റോ. ഒരു ചരിത്രത്തിലെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ്. ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഒരു ഫേമസ് ആയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഹി ബിക്കെയിം വാട്ട് ഹി വാസ് നോട്ട്. എന്ന് പറഞ്ഞാൽ താൻ ഇതുവരെ അല്ലാത്തത് ആയിത്തീർന്നു. ഹി ബിക്കെയിം വാട്ട് ഹി വാസ് നോട്ട്. He was not a human being. He became a human being. A definite starting point in human history. He continued what he already was. താൻ എന്തായിരുന്നോ അത് താൻ കണ്ടിന്യൂ ചെയ്തു. സോ ഈ മൊമെന്റിൽ മറിയയുടെ ഉദരത്തിലേക്ക് ദൈവപുത്രൻ ചരിത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ he became a God and man, fully human and fully divine. നോക്കിയ വാക്ക് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അടുത്തത് എസ്കിനോസൻ ആൻഡ് ഹ്യൂമൻ, ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ചില ബൈബിൾ ട്രാൻസ്ലേഷൻ കൊടുക്കുന്ന ട്രാൻസ്ലേഷൻ ബ്യൂട്ടിഫുള്ളാണ്. കൂടാരമടിച്ചു, ടാബർനാക്കിൾ. ആ വാക്ക് സ്കീനോയ, അത് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാമോ? എക്സോഡസിൽ നിന്ന് വന്നേ. 1:1 നമ്മൾ വായിച്ചു ഉൽപ്പത്തി പുസ്തകമാണ്. ഇത് എക്സോഡസാ. 12 ഗോത്രങ്ങളുടെ നടുവിൽ സമാഗമന കൂടാരത്തിലേക്ക് യഹോവയായ ദൈവം പില്ലർ ഓഫ് ക്ലൗഡ് ആൻഡ് പില്ലർ ഓഫ് ഫയർ, അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ഇറങ്ങി വരുന്ന ദ ഓൾഡ് എക്സോഡസ്.
നൗ ജോൺ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വാക്ക് അവിടെ നിന്നെടുത്തിട്ട് പറയാം, 12 ശിഷ്യന്മാരുടെ നടുവിലേക്ക്. നോട്ട് ഓൾഡ് എക്സോഡസ് ബട്ട് എ ന്യൂ എക്സോഡസ്. പില്ലർ ഓഫ് ഫയറിലും പില്ലർ ഓഫ് ക്ലൗഡും അല്ല, എൻറ്റയർലി എ ന്യൂ മോഡ് ഓഫ് എക്സിസ്റ്റൻസ്. ജഡവതരം മനുഷ്യത്വം എടുത്തുകൊണ്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അവിടെ മോശയും ഇസ്രായേലും യഹോവയുടെ തേജസ് കണ്ടപ്പോൾ പറയാ, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ദ നമ്പർ 1. സെക്കൻഡ് നോക്കി, 3 ക്രിസ്റ്റോളജിക്കൽ ഫാക്ട് നമുക്കറിയാവുന്ന കാര്യം. 1, ജീസസ് ക്രൈസ്റ്റ് ഇസ് എ ഡിവൈൻ പേഴ്സൺ, ഫുള്ളി ഡിവൈൻ, സമ്പൂർണ്ണ ദൈവത്വം. നമ്പർ 2, സമ്പൂർണ്ണ മനുഷ്യത്വം. 2 ഫാക്ട്. 1, സമ്പൂർണ്ണ ദൈവത്വം, സമ്പൂർണ്ണ മനുഷ്യത്വം. 3, 2 നേച്ചറും, ദ ഫുൾ ഹ്യൂമാനിറ്റി ആൻഡ് ദ ഫുൾ ഡിവിനിറ്റി ഇൻ 1 സിംഗിൾ പേഴ്സൺ. ഒരു ടെക്നിക്കൽ ടൈം ഉണ്ട്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഞാനത് മുന്നോട്ട് പോകത്തേക്ക് പറയാം. ആസ് എ റിസൾട്ട്, the incarnation yields 1 person with the 2 complete full natures. ഇടയ്ക്ക് sometimes human, sometimes divine അല്ല, continually, always fully God and fully man. 2 distinct natures in 1 single person. മഹത്തായ ക്രിസ്തു സംഭവം. അതിൻ്റെ ഒറ്റ വാക്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി. ഈ വലിയ ക്രിസ്തു സംഭവത്തെ സ്ക്രിപ്ചറിൻ്റെ ബേസിൽ, ചരിത്രത്തിൽ, ചാൽസിഡോണിൽ ഉണ്ടായ ഒരു സഭയുടെ സുന്നഹദോസിൽ കൗൺസിൽ AD 450, ഒത്തിരി പുറകില, 489 അവരിങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്തു. The formal articulation of this mystery of God becoming human. എന്ന് പറഞ്ഞു, എല്ലാം വായിക്കുന്നില്ല. Without confusion, without change, without division, without separation, the unity and the distinction of 2 natures, the one person with 2 complete full natures. Creedal clarification. നോക്കണേ, യോഹന്നാൻ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വചനം മനുഷ്യത്വം എടുത്തപ്പോൾ, മനുഷ്യനായി വന്നപ്പോൾ, അന്നത്തെ കാലത്ത് ആളുകൾ പറഞ്ഞു, ചില ആളുകൾ വാദിച്ചു ഡൊസറ്റിക് വ്യൂ. അവർ പറഞ്ഞു ഈസ് അപ്പിയർഡ് ഓൺലി ഹ്യൂമൻ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷനെ ഡിഫെൻഡ് ചെയ്യുക, നോട്ട് അപ്പിയർഡ്, ഹി ബിക്കേം എ റിയൽ ഹ്യൂമൻ, സാർക്സ് അഗെയിൻ ഇറ്റ് ഓൾ. ഹി ബിക്കേം എ ട്രൂ ഹ്യൂമൻ ലൈക്ക് യു ആൻഡ് മീ. മനുഷ്യത്വത്തിൻ്റെ ദ കംപ്ലീറ്റ്, ദ ഫുൾ എക്സ്പീരിയൻസ് ഓഫ് ദ റിയൽ ഹ്യൂമൻ ബീയിങ്. അതിനെ ഡിഫെൻഡ് ചെയ്യുക. 2, അന്നാളുകൾ ചിന്തിച്ച് നോസ്റ്റിക് ടെൻഡൻസീസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു സ്പിരിറ്റ് ഈസ് ഗുഡ്, ബോഡി ഈസ് ഈവിൾ, മാറ്റർ ഈസ് ഈവിൾ, ക്രിയേഷൻ ഈസ് ഈവിൾ. അങ്ങനെ ഒരു കോണ്ടക്സ്റ്റിൽ യോഹന്നാൻ എഴുതുമ്പോൾ, ദൈവം മനുഷ്യനാകുമ്പോൾ സൃഷ്ടിതാവായ, ജീവന്റെ ഉറവിടമായ, ആദിയിലുണ്ടായിരുന്ന എറ്റേണൽ ഗോഡ് മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് മനുഷ്യരുടെ ഇടയിൽ പാർക്കേണ്ടതിന് ദൈവം ഇറങ്ങി വരുമ്പോൾ നോസ്റ്റിക്കായ സകല ചിന്തകളെയും വെട്ടിത്തൂരക്കളയ യോഹന്നാൻ, ഡിഫെൻഡിങ് that God truly became human. Anti-Gnostic tendencies, that's incarnation. ഈ ഭാഗത്ത് ഒത്തിരി പറയേണ്ടതുണ്ട്, എന്നാൽ ടൈം ഫ്രെയിമിലും ഞാൻ ആ ക്ലോക്കിനെ ഞാൻ ഭയപ്പെടുന്നു. നോക്കി, 2ാമത്തെ വാക്യം, ദ ഫാക്ട് ഓഫ് ഇൻകാർണേഷൻ. ശ്രദ്ധിക്കണേ, എങ്ങനെയാ ദൈവം മനുഷ്യനായത്? നോക്കിയ, എറ്റേണലായ, ഇമ്മ്യൂട്ടബിളായ, സർവശക്തനായ ദൈവം, ഇൻഫൈനൈറ്റ് ഗോഡ്, ഒരു മനുഷ്യൻ്റെ പരിമിതിയിലേക്ക്, ചരിത്രത്തിലേക്ക്, ലിമിറ്റേഷനിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഹൗ ക്യാൻ മെറ്റഫിസിക്കൽ ചലഞ്ച് ആവുന്ന, ഹൗ ക്യാൻ an infinite, eternal, immutable God, മാറ്റമില്ലാത്ത നിത്യനായ സർവശക്തനായ ദൈവത്തിന് എങ്ങനെയാ പരിമിതികളുള്ള, ചേഞ്ചസിന് അണ്ടർഗോ ചെയ്യുന്ന ഡിവൈൻ എസൻസ് കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെയാ ആ ക്രിസ്തു സംഭവം സാധ്യമാകുന്നത്? അതൊരു മെറ്റാഫിസിക്കൽ ചലഞ്ചാണ്. 2, ലോജിക്കൽ പ്രോബ്ലം. മേരി എന്ന് പറയുന്നതായ ലൂക്കോസ് 1 ഗബ്രിയേൽ ദൂതൻ ഈ വലിയ ഗോസ്പൽ ന്യൂസ്, ഐ കോൾ ഇറ്റ് ലൈക്ക് ദാറ്റ്, മേരിയോട് അറിയിക്കുമ്പോൾ മേരി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹൗ ക്യാൻ ദിസ് ബി? നാച്ചുറൽ ലോയുടെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ അത്. അതിലേക്ക് ഞാൻ ഓടിയെത്തും. സോ ദാറ്റ്സ് എ ലോജിക്കൽ പ്രോബ്ലം ദേ. മറ്റൊന്ന്, ഹൗ ക്യാൻ വൺ പേഴ്സൺ ഒരേ സമയത്ത് can he be fully God and fully man? So omnipotence, eternality, omniscient God
such as learning vulnerability and temporality. മനുഷ്യൻ്റെ പരിമിതിയിലേക്ക്, മനുഷ്യൻ്റെ ആ ചെറിയ സാഹചര്യങ്ങളിലേക്ക്, ലിമിറ്റഡായ സാഹചര്യങ്ങളിലേക്ക് എങ്ങനെയാണ് ദൈവത്തിന് ഒതുങ്ങാൻ പറ്റുക? ലോജിക്കൽ പ്രോബ്ലം. ഇത് രണ്ടിനെയും ഞാൻ മറ്റ് പല ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, എന്നാൽ നമ്മുടെ ടൈമിൻ്റെ ഫ്രെയിമിൽ രണ്ട് കാര്യങ്ങളാണ്. ഞാനതിനെ ഇന്ന് രാത്രി ചെറുതായിട്ടൊന്ന് അൺപാക്ക് ചെയ്തിട്ട് വേഗത്തിൽ എൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നു പോകാം. ശ്രദ്ധിക്കണേ, സ്ക്രിപ്ചറൽ ഡേറ്റ ഇവിടെയുണ്ട് നമ്മുടെ മുമ്പിൽ. ഞാൻ ഒന്ന് ജോണാ ബേസ് ചെയ്തേ, രണ്ടിൽ നമുക്കെല്ലാം അറിയാവുന്ന സ്റ്റോറിയാണ്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞില്ലേ, ലൂക്കോസ് 1 ബർത്ത് നാരേറ്റീവ്സ് ഉള്ളതൊന്ന് മത്തായി 1:2 പിന്നെ ഉള്ളത് ലൂക്കോസ് 1:2. ഗബ്രിയേൽ ദൂതൻ ഇത് മേരിയോട് ചോദിക്കുമ്പോൾ മേരി ചോദിച്ച ഹൗ ക്യാൻ ദിസ് ബി, അതിന് ഗബ്രിയേൽ കൊടുത്തൊരു മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഇനി അതിന് കൊടുത്തിരിക്കുന്ന പേര് ഞാൻ ഇങ്ങനെയാ ടൈറ്റിലിന്, ഇൻകാർണേഷൻ ഈസ് എ supreme act of God in history. No, okay, God who created all thing. Okay, the supernaturalism made it a question naturally or logically, natural law അനുസരിച്ച്, അതിൻ്റെ പ്രോസസ് അനുസരിച്ച്, how can this be? ഗബ്രിയേൽ കൊടുത്ത മറുപടി is something about supernaturalism. ഞാൻ കൊച്ച് ക്ലാസ്സിൽ പഠിച്ച ഒരു പോയം എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക. പുലരിയോടെത്തുന്നും പൂന്തോപ്പിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങൾക്ക് എന്തു ചന്തം, അവയുടുത്തിടുമാ പാവാട വിറ്റിടും കടയേതെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ. ഇന്നും ആ മനസ്സിൽ പോയുണ്ട്. കൊച്ചുകുട്ടി പൂമ്പാറ്റയുടെ വർണ്ണച്ചിറകൾ കണ്ടിട്ട് ചോദിക്കുക, ഇത്ര മനോഹരമായി ഉടുത്തു വന്നിരിക്കുന്ന ഈ പൂമ്പാറ്റയുടെ ഈ ബ്യൂട്ടിഫുള്ളായി ഡിസൈൻ ചെയ്ത ഈ ചിറകുകൾ കിട്ടുന്ന കട ഏതെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ. ദാറ്റ് എൻ്റെ മനസ്സിലേക്ക് വന്ന് ചെയ്താൽ അത് പോയിന്റ് ചെയ്യുന്നത് ഒരു ബ്രില്യൻ്റായ ഡിസൈൻ. ഒരു പൂമ്പാറ്റ മാത്രമല്ല, ദ ഹോൾ യൂണിവേഴ്സ്, ഒരു കൊച്ചു സെല്ല് പോലും അതിൻ്റെ മാസ്റ്റർ ബ്രില്യൻ ഡിസൈനിൽ വിളിച്ചു പറയുന്ന ഒരു പോയിന്റ്, there is a brilliant, intelligent, omnipotent, all-knowing designer behind it. Okay, creation is complex and vast. സൃഷ്ടി ബൃഹത്താണ്, ഡിസൈൻഡ് ആണ്, ഫൈൻ ട്യൂൺഡ് ആണ്. സോ നാച്ചുറൽ ലോസ് are there. Natural laws. ഒരു കല്ല് മേലോട്ടോ താട്ട് വരും. നാച്ചുറൽ ലോസ് are there. See, natural lawsum biblically is created and designed by the brilliant creator. So behind the natural laws and supernatural events, the reason behind both is God. ഇങ്ങനെയാണ് എഴുതിച്ചേ, behind the physics and the chemistry and the biology, God is the ultimate cause, because all that exists is coming from God. The fundamental question, why there is something instead of nothing, ഒന്നുമില്ലാത്തതിന് പകരം എന്തെങ്കിലും ഇവിടെ ഉള്ളതിൻ്റെ കാരണം, ഓക്സ്ഫോർഡിലെ ജോൺ ലിനക്സ് എന്ന് പറയുന്ന പ്രഗത്ഭനായ മാത്തമാറ്റീഷ്യൻ പറഞ്ഞത് ഇൻ ദ ബിഗിനിങ് ഗോഡ് എന്നുള്ളതാണ്. സോ ഗോഡ്, സോ നാച്ചുറലിസം ആൻഡ് സൂപ്പർ നാച്ചുറലിസം ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ഗോഡ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമുക്കെല്ലാം അറിയുന്നൊരു പാസേജാ, കാനാവിലെ കല്യാണ വീട്. യേശുവിൻ്റെ അമ്മ മറിയാമോ എന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. എന്നാൽ അവിടെ a story of a brilliant transformation. പച്ച വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു. 2:15 പറയാ, യേശു അത് ചെയ്ത് കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. എന്ത് ഗ്ലോറിയാ യേശു റിവീൽ ചെയ്തേ. ഞാനൊരു ചോദ്യം ചോദിക്കാം, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുന്ന ആദ്യത്തെ ഇവൻ്റ് ആണോ അത്? ഇതിനു മുമ്പ് എവിടെയെങ്കിലും പച്ചവെള്ളം മുന്തിരിച്ചാറായിട്ടുണ്ടോ? ഉണ്ട്. എല്ലാ മുന്തിരിവള്ളിയും ചെയ്യുന്നത് വെള്ളത്തെ വലിച്ചെടുത്ത് അതിനെ മുന്തിരിച്ചാറാക്കുക. ദാറ്റ്സ് എ പ്രോസസ്, ദാറ്റ്സ് എ സിസ്റ്റം, ദാറ്റ് ഈസ് നാച്ചുറൽ. ഇറ്റ് ടേക്സ് സം ടൈം, ചില മാസങ്ങളെടുക്കും. എന്നാൽ സൃഷ്ടിച്ച ദൈവം, ആ സിസ്റ്റം ഉണ്ടാക്കിയ, നാച്ചുറൽ ലോ ഉണ്ടാക്കിയ ദൈവം came to the house of Cana. ആ സിസ്റ്റത്തെ മാറ്റിവെച്ചിട്ട് now supernaturally
immediately changed water into wine. God who created this world, all the natural laws, and God is not confined to the natural laws. ഒരു പ്രസിദ്ധനായൊരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, സൃഷ്ടിതാവിൻ്റെ മുഖം കണ്ടപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിലെ വെള്ളത്തിൻ്റെ മുഖം ചുമന്നുവെന്ന് ആലങ്കാരികമായി പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്നറിയാമോ? God can work within history and within time and within natural laws and even beyond that. How can this be? Incarnation is a supernatural act of God in history. And then ഈ ഗബ്രിയേൽ പറയുന്ന ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. Telling the immediate story of Zechariah and Elizabeth, telling that അവരുടെ ജീവിതത്തിൽ ഞാൻ അതിനെ കുറച്ചുകൂടെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. I am extending to the story of Abraham and Sarah, to the story of Hannah. No, these are in salvation history. I know the argument is on, if God could do these things, why can't God do this one? Categorically different. വ്യത്യസ്തമായതാണ് മേരിയുടെ കേസ്. ഇച്ചിരി ഹൈ എക്സോൾട്ടഡ്, ബട്ട് സ്റ്റിൽ ദ ആർഗ്യുമെന്റ് ഈസ് ദിസ്: ഇത് ചെയ്യാൻ കഴിഞ്ഞ ദൈവത്തിന് സാൽവേഷൻ ഹിസ്റ്ററിയിൽ God can do this one. Categorically different. God who created all things can work even beyond the creation. So the metaphysical questions and the logical questions are there. See, overcoming by the incarnation is a supreme act of God in history. So the beginning of the Son of God in this world is incarnation. The story, the other bracket, ascension and സ്വർഗത്തിലേക്ക് കയറി പോകുന്ന resurrection. These two events are supernatural events. Supernatural events. This can explain that supernatural act of God in history. ഞാൻ കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ, Adam and Eve, they were created not through this natural process. God created, God made them. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മണ്ണിൽ നിന്ന്. കാരണം God is all potent, all present, all knowing God can do these things. Okay, so ഇവിടുത്തെ ആർഗ്യുമെന്റ്, റിസറക്ഷൻ്റെ ആർഗ്യുമെന്റ് വേണം ഇങ്ങനെ പറയാം: ഇത്രയും ബില്യൺസ് ഓഫ് ലൈഫ് ഫോംസ് ഉണ്ടാക്കിയ ദൈവത്തിന്, ഇത്രയും ബില്യൺസ് ഓഫ് ലൈഫ് ഫോം ഉണ്ടാക്കിയ ദൈവത്തിന് ഒരു മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ പറ്റില്ലേ? It is logical. God can do that. That's the argument coming out of Luke chapter 1. There's a beautiful song in the YouTube. That song in the പേര് Picture of God എന്നാ. Picture of God. The world is a picture of God. Billions of design. The writer says each design is different and unique. And the world is a picture of God. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ 3/4 സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഫേസും ഫിംഗർ പ്രിൻറ്റും നമ്മുടെ കണ്ണിൻ്റെ എല്ലാം യുണീക്കായി ഡിസൈൻ ചെയ്ത ദ മാസ്റ്റർ ബ്രില്യൻറ്റ് ക്രിയേറ്റർ ആക്ടിങ് ഇൻ ഹിസ്റ്ററി ബൈ സെൻഡിങ് ഹിസ് സൺ ഇൻ ടു ദിസ് വേൾഡ് supernaturally. Logic behind this is that God can do this. Nothing is too hard for the Lord. The Gabriel question is that, is there anything too hard for the Lord? So incarnation is a supernatural act of God. There are a lot of lessons in the salvation history. God is doing things in the world. Now, there is something about the uniqueness of incarnation I want to tell something about. Now, there are a lot of things, but I will limit it. The supreme act of God with a fully God and fully man by sending his son to this world. സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവമായിട്ട്. No, the മാത്രമല്ല, it's not repeated in history. One unique event, one time only. The sufficiency of incarnation, not many times. He came, he died, and he went back. താൻ വരികയും പ്രവൃത്തി പൂർത്തിയാക്കുകയും പോകും. എബ്രായലേഖനത്തിൽ ബ്യൂട്ടിഫുൾ ആയൊരു വാക്യമുണ്ട്. ദേവസേന യാഗം കഴിച്ചുകൊണ്ട് പുരോഹിതന്മാർ നിൽക്കുന്നു. ഇരിക്കാനുള്ള സീറ്റില്ല, കാരണം വർക്ക് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. അനേകരവര് അടുത്ത വാക്യത്തിൽ കമ്പയർ ചെയ്യുക. യേശുവോ ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നു. ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ്.
മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഹിസ്റ്ററി. മനുഷ്യൻ്റെ ചരിത്രത്തിൽ പറയുക, ഈ രക്ഷാചരിത്രം വൺ ടൈം ഇൻകാർണേഷൻ ഫിനിഷ് ദ വർക്ക്. തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന ദ യുണീക്ക് സ്റ്റോറി ഓഫ് ജീസസ് ഇൻകാർണേഷൻ. ഇത് മാത്രമല്ല, പാപികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല യേശു വന്നേ, പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ടു സേവ്. നമ്മൾ വായിച്ചോലെ ബ്രോക്കണായ ഐഡൻറ്റിറ്റിയെ, മൾട്ടി ഡയമെൻഷണൽ ലോസ്നെസ്, അതിൽ നിന്നും റിഡീം ചെയ്യാൻ വേണ്ടിയാണ്. No, he's fully God and fully man. And I come turning to the third aspect of my talk. It is about the impact of incarnation. Cur Deus homo is a Latin question. This means, എന്തിനാ ദൈവം മനുഷ്യനായേ? Why God became a man? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. To reveal and to redeem. ഞാൻ ഈ സംസാരിക്കുന്നത് ജോണിൽ നിന്നാ. To redeem and to reveal. To reveal and to redeem. ഒന്നുകൂടെ ഇച്ചിരി കൂടെ എക്സ്പാൻഡ് ചെയ്ത. To reveal, to redeem, to seek that which is lost. No, scripture consistently present incarnation as a purposeful divine act aimed at revelation, redemption, restoration and mission. പുനഃസ്ഥാപിക്കാൻ, വീണ്ടെടുക്കാൻ, ഈ ദൗത്യ നിർവഹണത്തിനായി. There is a purposeful divine act one time in history. അഥനേഷ്യസ് എന്ന് പറഞ്ഞ ഒരു സഭാപിതാവ് ഇങ്ങനെ നോട്ട് ചെയ്തത്, ഗോഡ്സ് പവർ ആൻഡ് ഗുഡ്നെസ് കമ്പൽ ഹിം ടു നോട്ട് ടു ലീവ് ഹ്യൂമാനിറ്റി ഇൻ റൂയിൻ ആൻഡ് ബ്രോക്കൺനെസ്. ദാറ്റ് ദ ക്രിയേറ്റർ, ദ വേർഡ് ഓഫ് ഗോഡ്, ഹാഡ് ടു ബിക്കം ഹ്യൂമൻ ടു റീക്രിയേറ്റ് ആൻഡ് റെസ്റ്റോർ ഹ്യൂമാനിറ്റി ടു ദ ഒറിജിനൽ ഗ്ലോറി ആൻഡ് ഇൻകറപ്റ്റബിലിറ്റി. ഐഡൻറ്റിറ്റി ക്രിയേറ്റഡ്, ബ്രോക്കൺ ആൻഡ് റിഡീംഡ്. ഈ ഭാഗത്ത് ഞാൻ 5 ഏരിയ ഓഫ് കൺസേൺസാണ് കൊണ്ടുവരുന്നത് എൻ്റെ മുമ്പിലുള്ള സമയത്തിനകത്ത്. നമ്പർ 1, ഇൻകാർണേഷൻ ഇസ് ടു റിവീൽ ഗോഡ്. ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. 2, റീഓറിയൻറ്റിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഇൻകാർണേഷൻ ടു റീഓറിയൻറ്റ് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി. 3, ഇൻകാർണേഷൻ ആൻറ്റിഡോട്ട് ടു ഡിവാല്യൂ ദ ക്രിയേഷൻ. 4, ഇൻകാർണേഷൻ കമ്മീഷൻ ടു സർവീസ് ആൻഡ് മിഷൻ. The final one, redeem humanity, and not only humanity, the whole creation. മുഴുവൻ സൃഷ്ടിയെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി. Incarnation is not an isolated miracle. It's not a metaphysical curiosity. It's a climatic expression of God's saving intent for humanity and the whole creation. മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി വെറും ഒരു മെറ്റാഫിസിക്കലായ ക്യൂരിയോസിറ്റി അല്ല. The purposeful act of God. Number 1, to reveal God. യോഹന്നാന്റെ സുവിശേഷം 1:18 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. The invisible become visible in Jesus. God exegeted the Father. No, the Son is bringing the revelation of the invisible God. The God become visible in Jesus. God's love, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആർദ്രത, ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ സെൽഫ് സാക്രിഫൈസ്, ദൈവത്തിൻ്റെ ഗുഡ്നെസ്, ദൈവത്തിൻ്റെ താഴ്മ. That is becoming visible when Jesus came into this world. The final and perfection. എബ്രായലേഖനത്തിൻ്റെ ഭാഷയിൽ is image and the imprint of God. മുദ്ര. ഒരു സീൽ എടുത്തിട്ട് അതിങ്ങനെ ഇതിൽ മുക്കിയിട്ട് ഒരു പേപ്പറിലേക്ക് സീൽ ചെയ്താൽ നിങ്ങൾ ആ സീൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഈ ഇംപ്രിൻറ്റും ഒരുപോലെയാ. എക്സാക്ട്ലി റിവീലിംഗ് ഗോഡ്. അസമത്വവും അരാജകത്വവും ഹേറ്റഡും വിദ്വേഷവും പകയുമൊക്കെ നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ താഴ്മയും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ സെൽഫ് സാക്രിഫൈസും ഒക്കെ വെളിപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്. യോഹന്നാൻ പറയുന്നത് 1:5 ഇങ്ങനെ പറയുന്നത്, ദ ലൈറ്റ് ഷൈൻസ് ഇൻ ദ ഡാർക്ക്നെസ്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. ഞാൻ ഇങ്ങനെ എഴുതിയത്, ദിസ് ഫാളൻനെസ് ഓഫ് സിൻ, hate, murder, lies, war and all such. And God is now bringing the revelation of love, holiness and humility in Jesus. സോവിയറ്റ് ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ഇതിൻ്റെ ആദ്യത്തെ യാത്രയ്ക്ക് ശേഷം പറഞ്ഞത്, ഐ വെന്റ് ടു ദ സ്പേസ്. അവിടെ സ്പേസിലേക്ക് പോയി. ഐ ലുക്ക്ഡ് ആൻഡ് ലുക്ക്ഡ് ബട്ട് ഐ ഡിഡ് നോട്ട് സീ ഗോഡ്. ഞാൻ നോക്കി,
എന്നാൽ ദൈവത്തെ കണ്ടില്ല എന്നാ. C.S. ലൂയിസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം സെക്കൻഡ് ഫ്ലോറിലും മനുഷ്യൻ താഴത്തെ ഫ്ലോറിലും എന്നുള്ള ചിന്തയാ അല്ല. ഇൻകാർണേഷൻ പറയുന്നത് ഗോഡ് നമ്മുടെ ഫ്ലോറിലേക്ക്, നമ്മുടെ താഴ്ചയിലേക്ക്, ഇരുട്ട് നിറഞ്ഞ ലോകത്തിൻ്റെ ഇടവഴികളിലേക്ക് നിത്യനായ ദൈവം സ്നേഹത്തിൻ്റെ പ്രകാശവും ആർദ്രതയും കമ്പാഷനുമൊക്കെ ആയിട്ട് ഇറങ്ങി വന്നു. തകർന്ന ഒരു ഐഡൻറ്റിറ്റിയെ തിരിച്ചു വീണ്ടും പണിയാൻ തൻ്റെ കരങ്ങൾ കൊണ്ട് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന നിസ്തുല്യമായ ക്രിസ്തു സംഭവത്തെയാണ് നമ്മൾ ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. ടു റിവീൽ ഹു ഗോഡ് ഈസ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരുപാട് ഡെഫിനേഷനുള്ള ചരിത്ര വഴിയിൽ ദൈവത്തെക്കുറിച്ചുള്ള സത്യം യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. Exactly, he revealed. There is no revelation beyond that. The compassion, authority and goodness. ചർച്ച് ഫാദർ അത്തനേഷ്യസ് പിന്നെ ഇങ്ങനെ പറഞ്ഞത്, he affirmed that only through the incarnate word humanity can truly know God. ഈ ഇൻകാർണേറ്റഡ് ആയ ദൈവത്തിലൂടെ മാത്രമേ മനുഷ്യരാശിക്ക് യഥാർത്ഥത്തിലുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ കഴിയത്തുള്ളൂ. ബിക്കോസ് ഈ റിവീൽഡ് ഇറ്റ് പെർഫെക്റ്റ്ലി ആൻഡ് ബ്യൂട്ടിഫുള്ളി, മനോഹരമായി ആക്യുറേറ്റായി വെളിപ്പെടുത്തി. നമ്പർ 1. നമ്പർ 2, ശ്രദ്ധിക്കണേ. ഇൻകാർണേഷൻ, റീഓറിയന്റേഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഐഡന്റിറ്റി. വെൻ ഗോഡ് ബിക്കെയിം ഹ്യൂമൻ, ഇറ്റ് എലിവേറ്റഡ് ദ ട്രൂ ഡിഗ്നിറ്റി ഓഫ് എവരി ഹ്യൂമൻ പേഴ്സൺ. ലോകത്തിൻ്റെ ഏത് കോണിൽ, ഏത് സ്ഥലത്തുള്ള ഏത് മനുഷ്യൻ്റെയും ഹ്യൂമൻ ഡിഗ്നിറ്റിയെ ദൈവം മനുഷ്യനാകുന്നതിലൂടെ ഉയർത്തുകയാണ് ചെയ്തേ. The incarnation reveals not only who God is, but what humanity really meant to be. Every human person. Now this kind of discriminated ആയ ഒരു വേൾഡിൽ God became human. Now Augustine's statement ഇങ്ങനെയാ, Saint Augustine, God became human so that human might become truly human. യഥാർത്ഥത്തിൽ ഉള്ള യഥാർത്ഥ മനുഷ്യത്വം യേശുവിൽ കാണുമ്പോഴാണ് സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞത്, എന്താണെന്നത് കാണിച്ചു തരുവാൻ വേണ്ടിയാ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 38 വർഷമായി ഇൻഫർമിറ്റിയിൽ കിടന്നൊരു മനുഷ്യൻ്റെ സ്റ്റോറിയാണ്. 9-ാമത്തെ ചാപ്റ്റർ പിറവിയിലെ കുരുടനായ, ഡിസബിലിറ്റീസ് ഉള്ള ഒരു ലോകത്തിൽ, ഐഡൻറ്റിറ്റി ബ്രോക്കണായ ഒരു ലോകത്തിൽ യേശു അവരെ തൊട്ട് സുഖമാക്കി. ഞാൻ വിളിക്കുന്ന ബാക്ക് ടു ഏതെന്ന വേറൊരു മീനിങ് ഉണ്ട്. ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറയാം. ടു ദ ഒറിജിനൽ, റിസ്റ്റോറിങ് ടു ദ ഒറിജിനൽ. ഞാൻ കുറച്ചുകൂടെ നല്ല വാക്ക് ഉപയോഗിക്കട്ടെ. ആ മനുഷ്യനെ സുഖമാക്കിയപ്പോൾ, കുനിഞ്ഞ ഒരു സ്ത്രീയെ നിവർത്തിയപ്പോൾ, ലിഫ്റ്റ് ചെയ്തപ്പോൾ, റിപ്പയറിങ് ഐഡൻറ്റിറ്റി. ബ്ലൈൻഡ് മാൻ വാസ് ഹീൽഡ്. കുഷ്ഠരോഗികൾ സൗഖ്യമായി. കുനിയായ സ്ത്രീയെ നിവർത്തി. Identity is restored. Body is also valuable in the sight of God. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു പോയം ഇത് ചിന്തിച്ചോട്ട് മനസ്സിലേക്ക് വന്നു. പി ഭാസ്കരൻ്റെ കാളകൾ എന്ന പോയമാ. തോളത്ത് ഘനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി, കാളകൾ മന്നം മന്നം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ. ശ്രദ്ധിക്കണേ, ഒരു കാളവണ്ടിയുടെ ചിത്രമാണ്, പഴയ കേരളത്തിൻ്റെ ചിത്രം. അവിടെ എഴുതിക്കുക, മറ്റൊരു വണ്ടിക്കാള മനുഷ്യകാരം പൂണ്ടിട്ട് അറ്റത്തു വണ്ടി കയ്യിൽ ഇരിപ്പു കൂനിക്കൂടി. കാളകൾ തോളുകളിൽ ഭാരം വെച്ച് പോവുക, കുനിഞ്ഞാ പോകുന്നേ. എന്നാൽ ആ ചിത്രം മാത്രമല്ല കവി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. മറ്റൊരു വണ്ടിക്കാള അറ്റത്തു വണ്ടിക്കൈയിൽ ഇരിപ്പു കൂനിക്കൂടി, തോളുകൾ കുനിഞ്ഞിട്ടുണ്ട് അവനും സ്വജീവിത, നാളുകൾ തൻകണ്ടത്തിലേറ്റിയ നുകം പേറി. ജീവിതത്തിൻ്റെ ബ്രോക്കൺനെസ്സിലെ വേദനകളും സംഘർഷങ്ങളും ഒക്കെ കൊണ്ട് അവൻ്റെ തോളുകളും കുനിഞ്ഞിട്ടുണ്ട്. കാലുകൾ തെഞ്ഞിട്ടുണ്ട് അവനും നെടുനാള കാലത്തിൻ കരാളമാ പാതകൾ താണ്ടി താണ്ടി ഈ ലോകത്തിലൂടെ നടന്ന് തേഞ്ഞതാ അവൻ്റെ കാലുകൾ. ഒത്തിരിയുണ്ട്. നല്ല അവസാനം എങ്ങനെയാ, ഒരു നാൾ ഗ്രാമവീതി തന്നിലായി കണ്ടു ഞാനൻ കരളോ നടുങ്ങുമാർ ഒരു രംഗം. ഒരു പുതപ്പിനകത്ത് പൊതിഞ്ഞ് ഈ കാളകൾ വലിച്ചുകൊണ്ട് ആ മനുഷ്യനെ കൊണ്ട് പോവുക. അതിനകത്ത് എഴുതിയിരിക്കുക, അദ്ദേഹം പറയാ, ആരാന്നറിയാമോ ആ പുതപ്പിനകത്ത്? വറ്റിയ വണ്ടിക്കാള, പണ്ടത്തെ വണ്ടിക്കാരൻ. കണ്ണുനീർ ചൊരിഞ്ഞില്ല ചുറ്റും മിത്രാദികൾ, വിണ്ണിലായ വിഷാദത്തിൻ വിലാപം പടർന്നില്ല. തോളത്തു ഘനം തൂങ്ങും കട്ടിലും പേറിക്കൊണ്ട് കളകൾ മാത്രം ഇഴഞ്ഞു നീങ്ങുന്നു. ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ, നെരിപ്പോടുകളിൽ
അടിമത്തങ്ങളിൽ, കുറ്റകൃത്യങ്ങളിൽ, സെക്ഷൽ വയലൻസിൽ, ഡീഹ്യൂമനൈസേഷൻ ത്രൂ വാർ, ഓപ്പറേഷൻ, സെക്ഷൽ വയലൻസ് ആൻഡ് മെനി അതർ ഫോം ഇൻജസ്റ്റിസസ്. സാംസ്കാരികവും സാമ്പത്തികമായ ഒരുപാട് കാരണങ്ങളുണ്ട് മാറ്റി നിർത്തപ്പെടുന്ന, നീറുന്ന തകർന്ന മനുഷ്യർ, അടിമകളാക്കപ്പെട്ടവർ. അവരുടെ ഒരു ചിത്രമാണ് ഒരുപക്ഷെ മറ്റൊരു വണ്ടിക്കാള അറ്റത്ത് വണ്ടിക്കൈയിൽ ഇരിപ്പ് കൂനിക്കുടി. The dignity of human person is broken, stolen sometimes, sold in slavery. മനുഷ്യൻ്റെ ചരിത്രം അതെല്ലാം വിളിച്ചു പറയുന്നത് നമ്മളോട്. ഈ കോണ്ടെക്സ്റ്റിലാണ് യേശുവിൻ്റെ ആക്റ്റിൽ സ്ട്രൈറ്റനിങ് ഹ്യൂമൻ ഐഡൻറ്റിറ്റി, മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയെ ദൈവം മനുഷ്യനാകുന്നതിലൂടെ ശരിക്കുമുള്ള മനുഷ്യൻ്റെ വാല്യൂ, ലോകത്തിലെല്ലാ മനുഷ്യനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഓഫ് ഗോഡ് അവരിലുണ്ടെന്നും ഒക്കെയുള്ള അത് നമ്മൾ കൃത്യമായി കാണുന്നത് ഇൻകാർണേഷനിലൂടെയാണ്. ഞാനിങ്ങനെ എഴുതി വെച്ചു, ഇൻകാർണേഷൻ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് മീനിങ്ഫുൾ, ഐഡൻറ്റിറ്റി ക്രിയേറ്റഡ് ബ്രോക്കൺ, യെറ്റ് ഇറ്റ് ഈസ് റിഡീംഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു പാസേജ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഞാനത് ഇങ്ങനെ എഴുതി വെച്ചു, കാലസമ്പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പൗലോസ് എഴുതുക, അഡോപ്റ്റഡ് ഇൻ ടു ദ ഫാമിലി ഓഫ് ഗാഡ്. മാത്രമല്ല, നോ ലോങ്ങർ സ്ലേവ്സ്, ഇനി നിങ്ങൾ അടിമകളല്ല, ബട്ട് ചിൽഡ്രൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മക്കളാ, ക്രിസ്തുവിൽ നിങ്ങൾ അവകാശികളാ. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്, ദ റിയൽ ഹ്യൂമാനിറ്റി. പോളികാർപ്പിൻ്റെ ഒരു സ്റ്റോറി എൻ്റെ മനസ്സിലുണ്ട്. അടിമച്ചന്തയിൽ വിറ്റുകൊണ്ടിരുന്ന, വില പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 13-12 വയസ്സുള്ളൊരു ബാലികയാണ് എൻ്റെ ഓർമ്മ ഞാൻ വായിച്ചത്. പോളികാർപ്പും അന്നത്തെ കാലത്തുണ്ടായിരുന്ന ചർച്ചിലെ ആളുകളും കൂടി ആ കൊച്ചിന് വില പറഞ്ഞു. ഒരുപക്ഷെ മറ്റാരെങ്കിലും മേടിച്ചുകൊണ്ട് പോയാൽ അവളുടെ ജീവിതം ഒരു കണ്ണീർ കഥയായി മാറിയേക്കാം. അവരും വില പറഞ്ഞ് വിളിച്ചു. അടിമച്ചങ്ങലയുമായിട്ട് ആ പെൺകുട്ടി, ഇവർ ഏറ്റവും കൂടിയ വില എനിക്കൊന്നത് 50 അന്നത്തെ ഷെക്കലിനാണ് വിളിച്ചതാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭീതി പരത്തുന്ന കണ്ണുകളോടെ, ചങ്ങലകൾ മാറ്റാതെ ആ കുട്ടി പോളികാർപ്പിൻ്റെയും മറ്റുള്ളവരുടെയും പുറകെ നടന്ന് അവരുടെ വീട്ടിലെത്തിയപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളതായ ആകാംക്ഷ കുട്ടിയുടെ കണ്ണുകളിലുണ്ടായിരുന്നു. 2 വാതിലുകളും മുറുക്കെ തുറന്നിട്ടിട്ട്, വിശാലമായി തുറന്നിട്ടു. കയ്യിലെയും ചങ്ങലകളെല്ലാം അഴിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഇനി നീ അടിമയല്ല, സ്വതന്ത്രയാണ്. അത് മാത്രമല്ല ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഭവനത്തിലെ അംഗം കൂടിയാണ് നീ. ഇതാ ക്രിസ്തുവിലുള്ള റിഡംഷൻ. നമ്മുടെ സ്ലേവറി മാറി, അടിമത്തം മാറി, ഐഡൻറ്റിറ്റി ഈസ് റീക്രിയേറ്റഡ്. നോട്ട് ഓൺലി ദാറ്റ്, accepting into the family of God, the sons and daughters of God. എന്നോട് ചേർന്ന ഒരു താങ്ക് യു ലോർഡ് എന്ന് പറയാൻ. താങ്ക് യു ലോർഡ്, ഐ നോ ദാറ്റ്. Third one, antidote the value of creation. Incarnation of God dwelling among the creation is a special way. മനുഷ്യൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഈ സൃഷ്ടിയുടെ നടുവിൽ ഒരു സ്പെഷ്യൽ വേയിൽ ദൈവം മനുഷ്യനോട് പാർക്കുകയാണ്. The redemption plan of God is not stopping with humanity. നമ്മുടെ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഐഡൻറ്റിറ്റി അതിനെ റെക്രിയേറ്റ് ചെയ്ത് റീഷേപ്പ് ചെയ്ത് മാത്രമല്ല, അത് അതിനപ്പുറത്തേക്ക് സർവ്വ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിലേക്കാണ്. റോമർ 8 പൗലോസ് പറയാ, എല്ലാ സൃഷ്ടിയും ഈറ്റുന്നതോടെ കാത്തിരിക്കുന്നത് ആ തേജസ്സിൻ്റെ വെളിപ്പാടിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഡോസറ്റിക് നോസ്റ്റിക്, ഈ പ്രപഞ്ചത്തെയും ബോഡിയെയും സൃഷ്ടിയൊക്കെ ഈവിളായിട്ട് കണ്ടപ്പോൾ ഇൻകാർണേഷനിലൂടെ ദൈവം വിളിച്ചു പറഞ്ഞത്, ദിസ് വേൾഡ്, മെറ്റീരിയൽ വേൾഡ് ഇസ് നോട്ട് ഈവിൾ. ജനസിസ്, ഉൽപ്പത്തി പുസ്തകം കാണുന്നത് സകലവും നല്ലതെന്ന് കണ്ട നമ്മുടെ ബോഡി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാ. ഇറ്റ് ഈസ് ഗുഡ്. നോക്കി, അവിടെ എല്ലാ സൃഷ്ടിയുടെയും വാല്യൂ ദൈവം മനുഷ്യനാകുന്നതിലൂടെ. ബട്ട് ക്രിയേഷൻ പ്രൊക്ലെയിംസ് ദാറ്റ് ക്രിയേഷൻ ഈസ് ഗുഡ്. ദ കണ്ടിന്യൂഷൻ ഓഫ് ജനസിസ് സ്റ്റോറി. ലിയൻ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ ഒരു പേര് ഹിസ്റ്റോറിക്കൽ റൂട്ട് ഓഫ് എക്കോളജിക്കൽ ക്രൈസിസ് എന്നാണ്. ആ ആർട്ടിക്കിൾ പറയുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിലെ ആ ക്രിയേഷൻ സ്റ്റോറിയിലെ റൂൾ എന്നൊരു പദം, അടക്കി ഭരിക്കുക എന്നൊരു പദമാണ് ഈ എക്കോളജിക്കൽ ക്രൈസിസിൻ്റെ എല്ലാം കാരണമെന്ന് അദ്ദേഹം ആർഗ്യൂ ചെയ്യുമ്പോൾ, എൻ്റെ സ്റ്റഡീസിൻ്റെ ഇടയിൽ ഞാൻ അതിനെതിരെ ഒരു ആർട്ടിക്കിൾ എഴുതി. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാനിടയിൽ തീർന്നു. നോട്ട് അക്യൂസ്ഡ്, നോട്ട് കോസ്റ്റ്, അതിനകത്ത് എഴുതി ഓൺലി അക്യൂസ്ഡ്.
എന്നാൽ ആ വാക്ക് അടക്കി ഭരിക്കുക എന്നുള്ള വാക്കിനൊക്കെ ശരിക്കും ഒരു മീനിങ് നമ്മൾ മനസ്സിലാക്കുന്നത് റൂൾ ലൈക്ക് ഗോഡ്. യേശു വരുമ്പോഴാണ് ദ ട്രൂ ഹ്യൂമാനിറ്റി, കമ്പാഷൻ, മെർസി, നോട്ട് എക്സ്പ്ലോയിറ്റേഷൻ ബട്ട് ഹെൽപ്പിംഗ് ആൻഡ് സെർവിങ്. ക്രൂശിൽ നമ്മൾ കാണുന്നത് ദൈവസ്ഥത്തിൻ്റെ ഏറ്റവും ക്ലൈമാക്സ് ആയ പ്രദർശനമാണ്. അതുമാത്രമല്ല, ബോൺഹോഫർ എന്ന് പറഞ്ഞ പോലെ ജീസസ് വാസ് എ മാൻ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയാ. നിങ്ങൾക്കറിയാമോ, എക്കോളജിക്കൽ ക്രൈസിസിൻ്റെ സെൻട്രൽ പ്രോബ്ലം ഗ്രീഡാ, സെൽഫ് സെൻറ്റേഡ്നെസ്സാ. എന്നാൽ ഇൻകാർണേഷൻ ക്രൂശും അതിനെ അണ്ടർ കട്ട് ചെയ്യുക. സെൽഫ് സെൻറ്റേഡ്നെസ് അല്ല, സെൽഫ് സാക്രിഫൈസ്, മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്ന, കരുതുന്ന. സോ ദ ഹോൾ ക്രിയേഷൻ is a service of humanity, the serving, tilling and keeping. We are the stewards of the whole creation, and Jesus made it very clear. Ethical value of incarnation, that the humility and self-sacrifice address root cause of ecological crisis. There's a greed, arrogance and self-centeredness. In Christ we see the humility and self-sacrifices. Karl Rach and Jürgen Moltmann all wrote about these things. It's not self-centeredness, it is self-service. The whole creation is meaningful, and the whole creation is intended in redemption. മനുഷ്യൻ്റെ രക്ഷ മാത്രമല്ല, the whole creation. വെളിപ്പാട് ദിവസം നമ്മൾ കാണുന്നത് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയാണ്. കമ്മീഷൻ ടു സെർവ് ആൻഡ് മിഷൻ. ഞാനൊന്ന് ജമ്പ് ഹെഡ് ചെയ്യുക, എന്നിട്ട് നേരെ ദ ലാസ്റ്റ് പോയിന്റിലേക്ക് ഞാൻ പോവുക. ടു റിഡീം ഹ്യൂമാനിറ്റി ആൻഡ് ദ ഹോൾ ക്രിയേഷൻ. ടു റിഡീം ഹ്യൂമാനിറ്റി ആൻഡ് ദ ഹോൾ ക്രിയേഷൻ. ഓക്കെ, ഗോസ്പൽ ഓഫ് ജോണത്തനിലേക്ക് ഞാൻ ബേസ് ചെയ്യുക. 1:40 ഞാൻ പറഞ്ഞില്ലേ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്തിനു വേണ്ടിയെന്നറിയാമോ? നിങ്ങൾ ജോൺസ് ഗോസ്പൽ എടുത്ത് വായിച്ചാൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് ആവർത്തിക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ജീസസ് യേശു പറയാ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. 2:4 നാഴിക വന്നിട്ടില്ല. 7:5 എൻ്റെ നാഴിക വന്നിട്ടില്ല. 8:20 പറയാ, അവൻ്റെ മേൽ ആരും കൈവച്ചില്ല, കാരണം നാഴിക വന്നിട്ടില്ല. അതിൻ്റെ രണ്ടാം പകുതി ആരംഭിക്കുന്ന 13ാമത്തെ ചാപ്റ്ററിലാണ്. അവിടെ എഴുതിക്കുന്നത് ഇങ്ങനെയാ, യഹൂദരുടെ പെസഹ പെരുന്നാൾ വരുന്നു, യേശുവിൻ്റെ നാഴികയും വന്നു. ഇൻ്റർസെക്റ്റ് ചെയ്യുക പാസ് ഓവർ ആൻഡ് യേശുവിൻ്റെ നാഴികയും പെസഹായും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുക. യേശുവിനെ പെസഹ കുഞ്ഞാടായിട്ടാ. അത് പഴയ എക്സോഡസാ, ഇത് പുതിയ എക്സോഡസാ. ലോകത്തിലെ സകല മനുഷ്യൻ്റെയും ഐഡൻറ്റിറ്റിയെ അവരുടെ പാപത്തിൽ നിന്ന് വിമോചിക്കുന്നതിന് വേണ്ടി, ടു റിഡീം ദാറ്റ് വിച്ച് ഈസ് ലോസ്റ്റ്. ഓക്കെ, ക്രൂശിലെ ഏറ്റവും ലാസ്റ്റ് പ്രൊക്ലമേഷൻ എങ്ങനെയായിരുന്നു? സകലവും നിവൃത്തിയായി, ടെറ്റലസ്തായി. ഒരു ഭയങ്കരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പെയ്ഡ് ഇൻ ഫുൾ, മുഴുവൻ അടച്ചു തീർത്തു. മനുഷ്യൻ്റെ ആ കംപ്ലീറ്റായ ബ്രോക്കൺനെസ്, ആ ലോസ്നെസ്സിനെ റിഡീം ചെയ്യാൻ, എറ്റേണലി റിഡീം ചെയ്യാനുള്ളത് കംപ്ലീറ്റും അടച്ചു തീർത്തു. ഒരു ബാങ്കറിൻ്റെ ഭാഷയിൽ, ഒരു മിലിറ്ററി ജനറലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യുദ്ധം ജയിച്ചു, യുദ്ധം ജയിച്ചു. ഒരു പെയിൻറ്ററിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ വർക്ക് ഈസ് ഫിനിഷ്ഡ്, പെർഫെക്റ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി ഫിനിഷ്. ക്രൂശിൽ ഒരിക്കലായി. ഞാനൊരു കൊച്ചു VBS സ്റ്റോറി പറയട്ടെ. എനിക്കറിയാം ഇത് മറ്റൊരു കമ്മ്യൂണിറ്റിയാണ്, എങ്കിലും ടോമിനൊരു ബോട്ടുണ്ടായിരുന്നു, എ ബ്യൂട്ടിഫുൾ ബോട്ട്, മനോഹരമായൊരു ബോട്ട്. അതിൽ ടോമിൻ്റെ പേരുണ്ടായിരുന്നു ടോം എന്ന. ഒരു ദിവസം പുഴവക്കത്ത് കളിക്കുമ്പോൾ ടോമിൻ്റെ ബോട്ട് ഒഴുകി ആ കാട്ടിൽ, ആ പുഴയിൽ അങ്ങ് പോയി. ടോം പുറകെ ഓടിയ ബോട്ടിന് വേണ്ടി, എന്നാൽ കിട്ടിയില്ല, ലോസ്റ്റ്. കുറേ മാസങ്ങൾക്ക് ശേഷം തൻ്റെ പിതാവിൻ്റെ കൂടെ നഗരത്തിലെ കടയിൽ പോയപ്പോൾ ചില്ലുകൂടിനകത്ത് ഈ ബോട്ടിരിക്കുന്ന ടോം കണ്ടു. ടോമിന് കാണാം തൻ്റെ പേര്, ആ ബോട്ടിൻ്റെ ഐഡൻറ്റിറ്റി തൻ്റെ പേരാ ബോട്ടിൽ എഴുതിയിട്ടുണ്ട്. ടോം കടക്കാരനോട് പറഞ്ഞു, ഇതെൻ്റെ ബോട്ടാ. കടക്കാരൻ പറഞ്ഞു, അത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാ. ടോമിൻ്റെ പായിൽ നിന്നും പൈസ വാങ്ങി ആ ബോട്ട് വാങ്ങിയിട്ട് ആ ബോട്ടിനെ മാറോട് ചേർത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റേതായിരുന്നു, എന്നാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ നിന്നെ വില കൊടുത്തു വാങ്ങി. ഐഡൻറ്റിറ്റി ക്രിയേറ്റഡ്. നമ്മൾ ദൈവത്തിൻ്റെ ആയിരുന്നു, എന്നാൽ നാം നഷ്ടപ്പെട്ടു. മൾട്ടി ഡയമെൻഷണൽ, പാപത്തിലും ഇരുട്ടിലും അസമത്വങ്ങളിലും അശുദ്ധിയിലും തകർച്ചയിലും ഒക്കെ നമ്മൾ നഷ്ടപ്പെട്ടു. എന്നാൽ ക്രിസ്തുയേശുവിലൂടെ എല്ലാ തകർച്ചയെയും മാറ്റി തിരിച്ചു വീണ്ടും നമ്മളെ ഉദ്ധരിച്ച ദൈവപുത്രൻ്റെ ഇൻകാർണേഷൻ, എൻ്റെ പൂർത്തീകരണം നമ്മൾ കണ്ടത് ക്രൂശിൽ ആ വില പൂർണ്ണമായി കൊടുത്തു. എഫേസ്യ ലേഖനം 2:1 അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മെ ഉയർപ്പിച്ചു. ആ ചാപ്റ്റർ ആരംഭിക്കുന്നത് സെമിട്രി, മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ ചാപ്റ്റർ അവസാനിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ആ ചാപ്റ്റർ അവസാനിക്കുന്നത്
ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഞാൻ ആ ചെറിയ ചാപ്റ്റർ ടൈറ്റിൽ കൊടുത്തു. അതിങ്ങനെയാ, എ ട്രാൻസ്ഫർമേഷൻ ഫ്രം ടൂം ടു ടെമ്പിൾ. മരണത്തിൽ നിന്നും ആലയത്തിലേക്കുള്ള മാറ്റം. അത് മനുഷ്യൻ്റെ സ്റ്റോറിയാ, എൻ്റെയും നിങ്ങളുടെ സ്റ്റോറിയാ. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന സ്റ്റോറിയാ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്നും ജീവനിലേക്ക്, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്. എങ്ങനെയെന്നറിയാമോ? അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ മക്കളായി, ജീവനായി, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയങ്ങളായി മാറുന്ന ഒരു രൂപാന്തരം. അത് വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഉണ്ടാകുന്ന രൂപാന്തരമാണ്. വേദത്തിൽ ഏറ്റവും പ്രസിദ്ധമായ വാക്യം എന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അതിനകത്ത് ആഫ്രിക്കക്കാരനും ജപ്പാൻകാരനോ മലയാളിയോ ഗുജറാത്തിയോ മറാഠിയോ എല്ലാവരുമുണ്ട്, ഏവനും നശിച്ചു പോകാതെ, ആ ബ്രോക്കൺനെസ്സിൽ എന്നേക്കുമായി നഷ്ടപ്പെടാതെ, ആ ചെറിയ ബോട്ട് പോലെ എന്നേക്കുമായി ഒഴുകിപ്പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ, ഒരു പുതുക്കപ്പെട്ട ഐഡൻറ്റിറ്റിക്കായിട്ട്, ഒരു പുതിയ സ്വത്വത്തിനായിട്ട്, ക്രിസ്തുവിൽ എറ്റേണലായ ഗ്ലോറിയസ് ആയ ദൈവം വസിക്കുന്ന ആലയങ്ങളാകുന്ന ഒരു പുതിയ സ്വത്വത്തിന് വേണ്ടി അവനെ നൽകുവാൻ അയച്ചു എന്ന പാക്ക് ആവർത്തിച്ച് എഴുതിട്ട് ഇവിടെ വന്നപ്പോൾ മാറ്റി എഴുതി ഗേവ്. എവിടെയാ ഗേവ് എന്നറിയാമോ? ക്രൂശില. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ആ സിംഹാസനത്തിരിക്കുന്ന തേജസ്സിൻ്റെ കർത്താവിനെയാ. നീളം കുപ്പായമൊക്കെ ഇട്ടാ, സറാഫുകളാ ചുറ്റി നിൽക്കുന്നത്. അതൊരു ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സുവിശേഷങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ അല്പവസ്ത്രധാരിയായി, പുറമൊക്കെ ഉഴവച്ചാലുകൾ പോലെ കീറിയ, എൻ്റെ മുഖത്ത് ഇതുവരെ ആരും തുപ്പിയിട്ടില്ല, എന്നാൽ അവൻ്റെ മുഖത്ത് അവർ തുപ്പി, തലയിൽ ക്രൂശധാരിയായി, പബ്ലിക് ആൻഡ് പെയിൻഫുൾ, രണ്ടധികന്മാർക്കാരുടെ നടുവിൽ, ഇരുട്ടിൻ്റെ നടുവിൽ. ഈ രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അളക്കാമെങ്കിൽ നമ്മുടെ ബ്രോക്കണായ, നഷ്ടപ്പെട്ടു പോയ ഐഡൻറ്റിറ്റിയെ തിരികെ റിക്രിയേറ്റ് ചെയ്യുവാൻ ദൈവം കൊടുത്ത വില ക്രൂശിനോളം വലിപ്പമുള്ള വിലയാ. അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദ ക്രിയേറ്റർ ഈസ് എ റിഡീമർ. സൃഷ്ടിതാവായ ദൈവം തന്നെയാ റിഡീമർ. എന്നാൽ ക്രൂശ് കൊണ്ട് തീർന്നില്ല. 3-ാം ദിവസം യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒരു ഒറ്റ കല്ലറയേ ഉള്ളൂ. അത് നസ്രയനായ യേശുവിൻ്റെ കല്ലറയാ. ഞങ്ങൾ പാടുന്നൊരു പാട്ടുണ്ട്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഫിലോസഫേഴ്സും രാജാക്കന്മാരും ചരിത്രത്തെ വെട്ടിപ്പിടിക്കാൻ പോയ ചക്രവർത്തിമാരും ഒക്കെ കല്ലറയിൽ ഉറങ്ങുകയാണ്. എന്നാൽ യേശു മാത്രം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ചരിത്രത്തിൽ ഒറ്റ തുറന്ന കല്ലറയുള്ളൂ, അത് നസ്രയൻ്റെ കല്ലറയാണ്. അത് ഞങ്ങൾക്ക് തരുന്ന പ്രതീക്ഷ എന്താണെന്നറിയാമോ? ജീസസ് ഈസ് എ ന്യൂ മാൻ, എ ന്യൂനെസ് ഇൻ ജീസസ്. ജീവിതത്തിൻ്റെ പുതുക്കം ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തുവിലാ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി കണ്ടപ്പെടുന്നത്. ഞങ്ങളുടെ യഥാർത്ഥ മനുഷ്യത്വം ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങളുടെ വീണ്ടെടുപ്പ് ക്രിസ്തുവിലൂടെയാ, ക്രൂശ് മരണത്തിലൂടെയാ, പുനരുത്ഥാനത്തിലൂടെയാ. എൻ.ടി. റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ തിയോളജിയൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, യേശുവിന് മുമ്പും യേശുവിന് ശേഷവും ഒത്തിരി മശിഹായ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ട് വിളിക്കുന്ന മെഷിയാനിക് മൂവ്മെൻറ്റ്. ഒത്തിരി പേർ മെഷിയ എന്ന് പറഞ്ഞു വന്നു. ഒരുപാട് നേതാക്കന്മാരുണ്ടായി, യേശുവിന് മുമ്പും യേശുവിന് ശേഷവും. എന്നാൽ ആ മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ ലീഡർ മരിച്ചപ്പോൾ, ശ്രദ്ധിക്കണേ, ലീഡർ മരിച്ചപ്പോൾ ഒന്നെങ്കിൽ ആ മൂവ്മെൻറ്റ്സ് എല്ലാം അസ്തമിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയൊരു ലീഡറിനെ തിരഞ്ഞെടുത്തു തുടർന്നു. എന്നാൽ ലീഡർ മരിച്ചിട്ടും ലീഡറിനെ വേറെ ചേഞ്ച് ചെയ്യാതെ ഇന്നും തുടരുന്നൊരൊറ്റ മൂവ്മെൻറ്റേ ഉള്ളൂ. അത് നസ്രയനായ യേശുവിൻ്റെ മൂവ്മെൻറ്റാണ്. അതിൻ്റെ കാരണം നസ്രയനായ യേശു മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്നു. The identity created, broken and recreated in Jesus. Now back to Eden, ഇവിടെ വെറും back to Eden അല്ല, gloriously back, different, gloriously restored, gloriously restored and beautifully restored, eternally in Jesus our Lord. വെളിപ്പാട് ദിവസം 22 വായിച്ചിട്ടുണ്ടോ? നദി ഒഴുകുന്നു, ജീവവൃക്ഷം നിൽക്കുന്നു, ദൈവവും മനുഷ്യനും ഒരുമിച്ച്. എന്താ എക്കോ ചെയ്യുന്നറിയാമോ? ഉൽപ്പത്തിയാ. എന്നാൽ ഉൽപ്പത്തിയിൽ വല്ല വെറും ബാക്ക് ടു ഏതൻ അല്ല, ഗ്ലോറിയസ്ലി ബാക്ക് ടു ഏതൻ, ബ്യൂട്ടിഫുള്ളി ബാക്ക് ടു ഏതൻ, എറ്റേണലി ബാക്ക് ടു ഏതൻ. C.S. ലൂയിസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് ഞാൻ അവസാനിപ്പിക്കുക.
അതിങ്ങനെ CS ലൂയിസ് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഫിലോസഫർ, തിയോളജിയൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാ: ദ സൺ ഓഫ് ഗോഡ് ബിക്കെയിം എ മാൻ ടു എനേബിൾ മെൻ ടു ബിക്കെയിം ലൈക്ക് സൺസ് ഓഫ് ഗോഡ്. ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും ഒരു മിനിറ്റിൽ. CS ലൂയിസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തോട്ടെ. ദ സൺ ഓഫ് ഗോഡ് ബിക്കെയിം മാൻ. ഏ സൺ ഓഫ് ഗോഡ് ആണെന്നറിയാമോ? ദ യുണീക് സൺ ഓഫ് ഗോഡ്, ദ വൺ ആൻഡ് ഓൺലി സൺ, ഏകജാതൻ, ഈക്വൽ ടു ദ ഫാദർ. ദൈവത്തോട് സമത്വ, പിതാവിനോട് സമത്വം ഉണ്ടായിരുന്ന, എറ്റേണലായ ജീവന്റെ സോഴ്സ് ആയിരുന്ന, സകലത്തെ സൃഷ്ടിച്ച ദ യുണീക് വൺ ആൻഡ് ഓൺലി സൺ ഓഫ് ഗോഡ് ബിക്കെയിം എ മാൻ ഓർ ഹ്യൂമൻ ടു എനേബിൾ മാൻ ടു ബിക്കം ദ സൺസ് ഓഫ് ഗോഡ്. നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കാൻ, അഡോപ്റ്റ് ചെയ്യാൻ, ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന ഒരു ന്യൂ ഐഡൻറ്റിറ്റി നമുക്ക് തരുവാൻ ഗോഡ് ബിക്കെയിം. എന്നാൽ ഇതൊരു ഓപ്ഷനാ. ക്രിയേറ്റഡ് ആൻഡ് ബ്രോക്കൺ, നല്ലൊരു ചോയ്സ് നമ്മുടെയാ. സുവിശേഷം ക്ഷണമാ. Come back. Your identity can be found, really lost but found in Jesus. യേശുവിൽ അത് കണ്ടെത്തപ്പെടാൻ കഴിയും. യേശുവിന് നിങ്ങളെ റിക്രൂറ്റ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൻ്റെ ഏത് ബ്രോക്കൺനെസ്സിൽ നിന്നും നിങ്ങളെ വിളക്കി ബാക്ക് ദൈവത്തിലേക്ക് ചേർത്ത് ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കാൻ യേശുവിനെ കൊണ്ട് കഴിയും. ഒരിടയന് 100 ആടുണ്ടായിരുന്നു. ഒരെണ്ണം കാണാതെ പോയി. അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നു. And there was a great joy. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. ഒരെണ്ണം നഷ്ടപ്പെട്ടു. അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. And there was a great joy. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരാൾ നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ 2 കൈയും വൈഡ് സ്ട്രെച്ച്ഡ് ആയിട്ട് വിരിച്ചുകൊണ്ട് ഓടി അടുത്തേക്ക് ചെന്ന് മാറോട് ചേർത്ത്. And there was a great joy. Identity created, broken and redeemed. May God bless you. Thank you very much.